പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി നോട്ട്സിലൂടെ ഇന്ന് നൽകുന്ന സുപ്രധാനമായ ഒരു വീഡിയോ. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠിതാവാകാൻ ആഗ്രഹിക്കുന്ന താങ്കൾ, അല്ലെങ്കിൽ ഒരു പഠിതാവായ താങ്കൾ, മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു PG പ്രോഗ്രാം ചെയ്യുന്ന താങ്കൾക്ക് എത്രയും പെട്ടെന്ന് തൊഴിൽ തരുന്ന 5 സുപ്രധാനമായ മേഖലയെ ഊന്നി പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഒരു സയൻസ് കോഴ്സ്, ഒരു ആർട്സ് കോഴ്സ്, ഒരു ടൂറിസം മേഖലയില്, ഒരു കമ്പ്യൂട്ടർ മേഖലയില്, ഒരു ലൈബ്രറി സയൻസ് മേഖലയില് 5 സുപ്രധാനമായ മേഖലകൾ, 5 ഡിഫറെന്റ് ഏരിയാസ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 5 സുപ്രധാനമായ ഘടകങ്ങൾ. ഇവിടെ പ്രധാനമായ ഒരു സപ്പോർട്ട് മെക്കാനിസം നമുക്ക് നൽകുന്നത് UGC ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ പെർമിഷൻ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു റെഗുലർ കോളേജിലോ അല്ലെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് മെത്തേഡിലോ ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തേഡിലോ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മറ്റൊരു പ്രോഗ്രാമും കൂടി താങ്കൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരേ തരത്തിലുള്ള 2 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു എന്ന് കരുതുക, നിങ്ങൾ വലിയ നഷ്ടത്തിലാവും. കാരണം രണ്ടും ഒരേ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുക. സാധാരണഗതിയിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് പരീക്ഷ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് സപ്ലിമെന്ററി എക്സാം സാധാരണ നടത്തുന്നത്. എല്ലാ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി, APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അണ്ണ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഏത് സർവകലാശാലയിലും, രാജീവ് ഗാന്ധി മെഡിക്കൽ സയൻസ് മേഖലയിൽ അത് നിങ്ങൾ നോക്കുകയാണെങ്കിലും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിലും മാർച്ച്, ഏപ്രിൽ, മെയ് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടം. പക്ഷെ ഇഗ്നോ വളരെ വ്യത്യസ്തമാണ് അക്കാര്യത്തിൽ. സ്റ്റേറ്റ് മുഴുവനും സ്വാധീനിക്കുന്ന തരത്തിലാണ് ഇഗ്നോയുടെ. മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത ഒരു പാറ്റേൺ ആണ്. സ്ഥിരമായി കൊല്ലത്തിൽ 2 പരീക്ഷ, അതും ജാനുവരിയിലെ അഥവാ ഡിസംബറിലെ പരീക്ഷ, ഡിസംബർ മാസത്തിലും ജാനുവരി മാസത്തിലും പരീക്ഷ, മറ്റൊന്ന് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും പരീക്ഷ. ഈ നാച്ചുറൽ അല്ലെങ്കിൽ നാഷണൽ കാലമിറ്റീസ് നടക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പരീക്ഷ ഇപ്പോൾ ജസ്റ്റ് 2 മാസം നീട്ടിയാലും തന്നെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് നൽകുന്ന അതുമായി ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ ഒരു ക്ലാഷിനോ ഇഗ്നോ നൽകുന്നില്ല, ഇഗ്നോ വരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ രസം. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഗ്നോയിൽ താങ്കൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ യു ആർ ഇൻ സെക്യൂർ മാനർ, താങ്കൾ വളരെ സെക്യൂർ ആണ് എന്നുള്ളത് പ്രതിപാദിക്കുകയാണ്. നമുക്ക് ഏറ്റവും സുപ്രധാനമായ ഈ 5 കോഴ്സുകൾ ഏതൊക്കെയാണ്, ഈ ഒരു 5 പ്രോഗ്രാം നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാവുന്നതാണ്. ഏറ്റവും രസകരമായ 5 മേഖല. ടോപ്പ് 5 പ്രൊഫഷണൽ PG കോഴ്സസ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് നൽകുന്ന ഈ ഇൻഫർമേഷൻ നോട്ട്സ് ആണ് നൽകുന്നത്. അതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ് എന്ന് മനസ്സിലാക്കുക. നോട്ട്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് താങ്കൾക്ക് തൃപ്തികരമാണെങ്കിൽ നല്ല കമന്റ് ചെയ്യുക. തൃപ്തികരമല്ല എങ്കിൽ നിർബന്ധമായും താങ്കൾ ഫോണിൽ എന്നെ ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായങ്ങൾ ഞാനുമായി പങ്കുവെക്കുക. എല്ലാം തികഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റാം. അങ്ങനെയുള്ള തെറ്റുകൾ എന്തെങ്കിലും താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ അത് എന്നോട് നേരിട്ട് ചൂണ്ടിക്കാണിക്കണമെന്ന് വിനീതമായി, വിധേയത്തോടുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ്, ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്, ജൻജൻ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോ നൽകുന്ന ടോപ്പ് 5 മോസ്റ്റ് പ്രൊഫഷണൽ PG കോഴ്സസ് proudly announcing Muhammad Mubarak through this video. Number 1, Master of Computer Application MCA, new syllabus, School of Computer and Information Sciences SOCIS നൽകുന്ന MCA എന്ന് പറയുന്ന അതിഗംഭീരമായ പ്രോഗ്രാം. MCA പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വിശദമായി ഞാൻ ഇതിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. താങ്കൾ ക്ഷമയുള്ളവനാണ് എങ്കിൽ വീഡിയോ പൂർണ്ണമായി കാണുക. താങ്കൾക്ക് ക്ഷമ അത്രക്ക് ഇല്ല എങ്കിൽ നഷ്ടം താങ്കൾക്ക് തന്നെയാണ്. കാരണം പുറത്ത്
50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന MCA ടോട്ടൽ കോസ്റ്റ് ഈ 2 കൊല്ലവും ഈ കോഴ്സ് കഴിയാൻ നിങ്ങൾക്ക് ആകെ ചെലവ് വരുന്നത് 45,000 രൂപയിൽ താഴെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു സെമസ്റ്ററിന് താങ്കൾ കൊടുക്കുന്ന ഫീസ് 4 സെമസ്റ്ററിനും കൂടി കൊടുത്ത് ഇഗ്നോ ടെക്സ്റ്റ് മെറ്റീരിയൽസ് അടക്കം നൽകുന്നു. MCAയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്പർ 2, Master of Science, Information Security, the topmost സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെ എത്രയും പെട്ടെന്ന് ജോലി എന്നുള്ളതാണ്. ഏറെ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളെ പറ്റിയാണ്. സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നൽകുന്ന മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള MSc IS ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള ഏറ്റവും നല്ല ഒരു സയൻസ് പ്രോഗ്രാം. നമ്പർ 3, ടോപ്പ് മോസ്റ്റ് ജേർണലിസം, സ്കൂൾ ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ്. മീഡിയ സ്റ്റഡീസ് അല്ല, ന്യൂ മീഡിയ സ്റ്റഡീസ് നൽകുന്ന മാസ്റ്റർ ഓഫ് ആർട്സ് MA പ്രോഗ്രാമാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാനും ഈ MAJMCയുടെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഇഗ്നോയിലെ രണ്ടാമത്തെ PG, എന്റെ മൊത്തം 5ാമത്തെ PG. MAയിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് അഭിമാന പുരസ്സരം താങ്കളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് MTTM, തൊഴിലധിഷ്ഠിത ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റ്. സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റിലൂടെ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഏറ്റവും തൊഴിൽപരമായ ഒരു കോഴ്സാണ്. 5, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് നൽകുന്ന മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാം. കോളേജ് ലെക്ചറുടെ തുല്യ സ്കെയിലിലാണ്. ഇത് കഴിഞ്ഞാൽ താങ്കൾക്ക് PhD എടുക്കാം, നെറ്റ് എടുക്കാം. കോളേജിലെ എല്ലാ കോളേജുകളിലും ലൈബ്രറിയൻ പോസ്റ്റ് ഉണ്ട്. 3 ലൈബ്രറിയൻ പോസ്റ്റ് ഉണ്ട് ഓരോ കോളേജുകളിലും. എയ്ഡഡ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും ഒരു കോളേജിൽ 3 പോസ്റ്റാണ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിന്. അതുകൂടാതെ തന്നെ BLIS, ബാച്ചുലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ഇതിന്റെ ജൂനിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെയും ജൂനിയറിന്റെ DLIS ഉണ്ട്, ഡിപ്ലോമ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അതിന്റെയും ജൂനിയറിന്റെ CLIS, സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഇതെല്ലാം ഇഗ്നോ നമുക്ക് നൽകുന്ന മഹത്തായ പ്രോഗ്രാമാണ്. ഇഗ്നോ നൽകുന്ന ടോപ്പ് 5 മോസ്റ്റ് പ്രൊഫഷണൽ പ്രോഗ്രാമിനെ നമുക്ക് 1 by 1 ആയി പരിചയപ്പെടാം. ആ പരിചയപ്പെടുന്നതിലെ ഓരോന്നും നമുക്ക് അക്കമിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ന്യൂ സിലബസ് ആണ്. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. ഈ ലോകം ഇപ്പൊ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ്. പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലെയും അക്കാഡമിയിലെയും ഏറ്റവും നല്ല ഒരു ടീച്ചിങ് ആൻഡ് റിസർച്ച് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന ഒരേറ്റഡ് അപ്ലിക്കേഷൻ ഓറിയന്റഡ് കോഴ്സസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ MCA പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ അധ്യാപകനാകാം. MSc മാത്സ് നിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതുക. MSc മാത്സ് ഉള്ള അധ്യാപകന് മാത്സ് ടീച്ചർ ആകാം. മാത്സ് എന്ന് പറയുന്ന വിഷയം ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 2 സയൻസിലും മാത്സ് ഉണ്ട്. അപൂർവം ചില കോമ്പിനേഷനിലെ 37 എന്നുള്ള കോമ്പിനേഷനിലെ കൊമേഴ്സിലെ മാത്സ് ഉണ്ട്. ബിസിനസ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. ഈ 2 എണ്ണം അല്ലാതെ ഈ MCA മാത്സിന് പകരം തന്നെ നിൽക്കുന്ന MCA നിങ്ങൾ എടുത്താൽ, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എടുത്താൽ, എല്ലാ വിദ്യാലയങ്ങളിലും കമ്പ്യൂട്ടർ സയൻസിന് MCA അധ്യാപകർ വേണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സിന് MCA അധ്യാപകർ വേണം. ഹ്യൂമാനിറ്റീസിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെയും MCAക്കാർ വേണം. ഓരോ ഹൈസ്കൂളുകളിൽ IT ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെറും 10 ദിവസം 15 ദിവസം 1 മാസം ട്രെയിനിങ് കിട്ടിയ സോഷ്യൽ സയൻസ് ടീച്ചർ, നീഡ് ടീച്ചർ, അതുപോലെ തന്നെ മ്യൂസിക് ടീച്ചർ, ബയോളജി അധ്യാപകൻ, ലാംഗ്വേജ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, ഇങ്ങനെ പലരുമാണ് നമുക്ക് IT എന്നുള്ള 10ാമത്തെ പേപ്പർ നൽകിക്കൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ IT എന്നുള്ള വിദ്യാഭ്യാസം നൽകുന്നത് ഏതെങ്കിലും ഒരു അധ്യാപകർ നൽകിയാൽ പോരാ. ആ വിഷയത്തിലെ BCAയോ MCAയോ ഉള്ള അധ്യാപകർ
ഉള്ളവരായിരിക്കണം. അങ്ങനെ ഒരു മൂവ്മെന്റ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യത വളരെ 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 വലുതാണ്. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ MCA കഴിഞ്ഞ ഉടനെ തന്നെ, കഴിയുന്നതിന് മുമ്പ് തന്നെ, മൂന്നാമത്തെ സെമസ്റ്ററിൽ തന്നെ താങ്കൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നു. ഇഗ്നോയിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. ഇഗ്നോയിലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. വിപ്രോ, അതുപോലെ തന്നെ ഇൻഫോസിസ്, IBM തുടങ്ങിയ നാഷണൽ ഇന്റർനാഷണൽ ജൈജാന്റിക് മെഗാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് താങ്കളെ പൊന്നുപോലെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കുറച്ച് 15 ദിവസത്തെ, ഒരു മാസത്തെ ട്രെയിനിങ് നൽകിയതിനു ശേഷം വർക്ക് ഫ്രം ഹോമിലൂടെ മാസത്തിന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന വ്യക്തികൾ. MTechന്റെ അതേ പരിഗണനയാണ് MCAക്കും നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ വളരെ ആഴത്തിൽ ഒരു മാത്സ് ടീച്ചർ ആകാൻ വേണ്ടി ഇന്ന് എവിടെ നോക്കിയാലും MSc മാത്സുകാരുടെ 5 കളിയാണ്. മാത്സിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും MCA എടുക്കുക. ഏതെങ്കിലും മേഖലയിലൂടെ താങ്കൾക്ക് ജോലി ഉണ്ട് എന്നുള്ളത് ഞാൻ അഷ്വർ ചെയ്യുന്നു വളരെ ആഴത്തിൽ. ആർക്കൊക്കെയാണ് MCA ചെയ്യാൻ പറ്റുക? നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ BCA എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ BSc എടുത്തിട്ടില്ലല്ലോ, IT ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഉള്ളവർക്കും ചെയ്യാം. എലിജിബിലിറ്റി നോക്കൂ. പാസ്ഡ് BCA or BSc computer science or IT or bachelor degree in computer science and or engineering or equivalent degree with at least 50% mark in bachelor degree. അപ്പോൾ എല്ലാ സയൻസ് മേഖലയിലും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിലും, എഞ്ചിനീയറിംഗ് മേഖലയിലും നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കിട്ടും. ഈ പിന്നോക്ക സമുദായത്തിലുള്ളവർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻസ് കാറ്റഗറിക്ക്, നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന PWD വിഭാഗക്കാർക്ക്, SC ST OBCക്കാർക്ക് എല്ലാവർക്കും 5% റിലാക്സേഷൻസ് ഉണ്ട്. 45% മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞത് എല്ലാം ഉള്ള എനി ഡിഗ്രി ആയാലും മതി. പക്ഷേ +2 നിങ്ങൾ സയൻസിലെ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. +2 ലെവലിലോ പോളിടെക്നിക്കിലോ മാത്സ്, ITI പോളിടെക്നിക് 10ാം ക്ലാസ്സിന് ശേഷമുള്ള 2 കൊല്ലത്തിൽ ഒരു പേപ്പർ മാത്തമാറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് ഇവിടെ എലിജിബിലിറ്റി ഉണ്ട്. Any bachelor's degree of minimum 3 years duration from a recognized university with at least 50% marks, 45% marks in case of candidate belonging to reserved category, and mathematics as one of the subject at a 10+2 level or graduation level. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പറ്റും. മാത്സ് കൊമേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്സ് ഉണ്ട്, അവർക്കും ഇതിൽ ചെയ്യാൻ പറ്റും. BCAകാർക്കുണ്ട്, അവർക്കും മാത്സ് ചെയ്യാൻ പറ്റും. എക്കണോമിക്സുകാരും ചിലർ മാത്സ് കോമ്പിനേഷൻസ് എടുത്തിട്ടുണ്ട്, അവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ മാത്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അതിന്റെ പ്രോഗ്രാമിലേക്ക് ചെയ്യാം എന്നുള്ളതാണ്. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ട് ഞാൻ അത് വായിക്കുകയാണ്. ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററിൽ മൊത്തം നമുക്ക് ടോട്ടൽ 80 ക്രെഡിറ്റില് 40 ക്രെഡിറ്റ് ആണ് ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ളത്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ്, സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ്, DAA ആൻഡ് വെബ് ഡിസൈൻ ലാബ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, വെബ് ടെക്നോളജീസ്, data, the warehousing and data mining, OOAD and web technologies lab, second semester. Super new courses. And computer network and data mining lab 2 credit. Third semester, that means the second year first part, artificial intelligence and machine learning, accountancy and financial management, data science and big data, cloud computing and IoT, AI and mechanical learning in the lab, artificial intelligence and mechanical learning in the lab, cloud and data science in the lab. Fourth semester, രണ്ടാമത്തെ വർഷത്തെ അവസാനത്തെ പാദത്തിൽ നമുക്ക് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഒരു പ്രോജക്റ്റ് 12 ക്രെഡിറ്റിന്റെ, അങ്ങനെ 80 ക്രെഡിറ്റ് ഉള്ള MCA താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇനി 173ാമത്തെ പേജിലെ ഗംഭീരമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. 173ാമത്തെ പേജിൽ, അതായത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഒരു ടെക്നോളജി സ്റ്റുഡന്റ് ആണ്, നിങ്ങളൊരു ടെക്നിക്കൽ സ്റ്റുഡന്റ് ആണ്.
ഏത് വിഭാഗത്തിലും ഇവിടെ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു പേഴ്സണൽ ഡാറ്റ ആൻഡ് ടു ബിൽഡ് ഡാറ്റ ഓറിയന്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ബോത്ത് ഇൻ വർക്ക് പ്ലേസ്. നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയും അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ വർക്ക് പ്ലേസ്. റേസ് ഹൈ പ്രൊഫഷണൽ എത്തിക്സ് ഇൻ ദ ഇൻഡിവിജ്വൽ ടുവേർഡ്സ് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. എക്സ്പെരിമെന്റ് ആൻഡ് ലേൺ ദ സ്കിൽസ് ആൻഡ് ടെക്നിക്സ് നീഡഡ് ഫോർ പ്രൊവൈഡിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു അവർ ഇൻഫർമേഷൻ. ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ താങ്കൾക്ക് ചെയ്യാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഇതിന്റെ ഗൗരവം കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ച് താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാറ്ററൽ എക്സിറ്റ് ചെയ്യാം. ലാറ്ററൽ എക്സിറ്റ് ചെയ്യുക ഫസ്റ്റ് ഇയർ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സയൻസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് MSc IS പ്രവേശിക്കുകയും ചെയ്യാം. 32 ക്രെഡിറ്റ് 32 ക്രെഡിറ്റ്സ് ഫോർ PGDIS വിത്ത് ആൻ എക്സിറ്റ് ഓപ്ഷൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് പുറത്തേക്ക് വരാം എന്നുള്ളതാണ്. ഇത് മതിയാക്കി എന്ന് പറയുമ്പോൾ അപ്പൊ സ്വാഭാവികമായി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സയൻസ്. വീണ്ടും നിങ്ങൾ ഓർക്കുക ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു MSc കെമിസ്ട്രി ചെയ്യുന്നു, MSc സുവോളജി ചെയ്യുന്നു, MA സയൻസ്, MA ഹിസ്റ്ററി ചെയ്യുന്നു, MA സോഷ്യോളജി ചെയ്യുന്നു, MTech ചെയ്യുന്നു, MBBS കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു MSO MDO ചെയ്യുന്നു. ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് നമുക്ക് സമാന്തരമായി ചെയ്യുന്നതിൽ ഒരു തെറ്റും അതിൽ കാണുന്നില്ല. അപ്പൊ ഇതിൽ ആവശ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു MSW ഹോൾഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി കുറെ ഡാറ്റ കളക്ഷൻ മാത്രമാണ്, പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇനി എനിക്ക് റിസൾട്ട് വരുന്നത്. അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള മഹത്തായ പ്രോഗ്രാമിലേക്ക് പരീക്ഷിക്കാവുന്നതാണ്. മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. MCA പോലെ അത്ര ഗൗരവപരമായിട്ടല്ല എങ്കിലും ഇത് വേറെ ഒരു ആംഗിളിൽ അത്യധികം ഗൗരവമുള്ള ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സെമസ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, പോളിസി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലോസ്. സെമസ്റ്റർ 2 അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സ്, BCP DR പ്ലാനിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്സ്, പ്രോജക്ട് 1. സെക്കൻഡ് ഇയറിലെ തേർഡ് സെമസ്റ്റർ സൈബർ അറ്റാക്ക്, യൂസ് ഓഫ് ടെക്നോളജി ഇൻ സൈബർ സ്പേസ്, ക്ലൗഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി യൂസിംഗ് പൈത്തോൺ, ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ, പ്രാക്ടിക്കൽ. ഈ നേരത്തെ പറഞ്ഞ 4 സൈബർ അറ്റാക്കിന്റെ, ക്ലൗഡ് സെക്യൂരിറ്റിയുടെ, ഡാറ്റ റിക്കവറിയുടെ പ്രാക്ടിക്കൽ നമുക്കുണ്ട്. സെമസ്റ്റർ 4 വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ഓഡിറ്റ്, ഇ-കൊമേഴ്സ് ആൻഡ് സൈബർ സ്പേസ്, IoT സെക്യൂരിറ്റി, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി പ്രാക്ടിക്കൽ. നേരത്തെ പറഞ്ഞ ഇത്രയും വെബ് ആപ്ലിക്കേഷൻ, ഓഡിറ്റ്സ്, ഇ-കൊമേഴ്സ്, സെക്യൂരിറ്റി ആൻഡ് IoT, പിന്നെ ഒരു പ്രോജക്ട് 2 എന്നുള്ള ഒരു മൊത്തം 64 ക്രെഡിറ്റിൽ നമുക്ക് മനോഹരമായി ചെയ്യാവുന്ന ഒരു സൂപ്പർ പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ദാറ്റ് മീൻസ് പ്രൊവൈഡിംഗ് ത്രൂ സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അടുത്ത് നമുക്ക് കാണാനുള്ളത് ജേർണലിസത്തിന്റെ പ്രോഗ്രാമിലേക്ക് പോകാം. പേജ് നമ്പർ 171 നമുക്ക് പോകാം. ഏറ്റവും രസകരമായ മറ്റൊരു പ്രോഗ്രാമാണ് നമുക്ക് 171 പേജിൽ നമുക്ക് നൽകുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് ജേർണലിസം. ദാറ്റ് മീൻസ് I too എന്റെ രണ്ടാമത്തെ ഇഗ്നോയിലെ PG ആണ്. MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. വളരെ രസകരമായിട്ടാണ് ഈ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. ദ എയിം ഓഫ് ദ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ഡെവലപ്പ് എ സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് in media and communication with a holistic appreciations of media as a tool for change and development. The program will help the learner to develop competencies and professional skills to avail employment opportunities in media sectors. It will upgrade the knowledge and the skills of those who are working in media organizations without appropriate formal training to upgrade their knowledge and competencies. ഇന്ന് 900 യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാർത്താ ചാനലുകളുണ്ട്. യൂട്യൂബിലൂടെ ഇഷ്ടം പോലെ വാർത്താ ചാനലുകളുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ മീഡിയാസിൽ പ്രത്യേകിച്ച് ഈ MA ഇല്ലാത്തവർ തന്നെ എത്രയോ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മുടെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും
പ്രമുഖ വാർത്താ മാധ്യമങ്ങളും, മാധ്യമം എന്നുള്ള ഒരു വാക്ക് മാത്രം ഞാൻ ഉദ്ധരിക്കുന്നില്ല, എല്ലാ വാർത്താ മാധ്യമങ്ങളും അവരവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഓരോ ഓർഗനൈസേഷൻസ് നടത്തിയിട്ട് 1 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ ഫീസ് വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ് നൽകുന്നു. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിക്കുന്ന, UGC അംഗീകരിക്കുന്ന, നമ്മുടെ KPSC അംഗീകരിക്കുന്ന, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന യഥാർത്ഥ ഒരു PG കോഴ്സാണ്. അവർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അനംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സിൽ അവർ പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാം തരുന്നു. ഇവിടെ യഥാർത്ഥ ഒരു കോഴ്സ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി, ദ ലേണർ ഷുഡ് ഹാവ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഏത് ഡിസിപ്ലിനും ഉള്ളതാണെങ്കിലും ശരി, ദേ ഷുഡ് ഹാവ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ് കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ഇന്റർനെറ്റ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ബേസിക് നോളജ് ഓഫ് വേർഡ് പ്രോസസിംഗ് ഉണ്ടായിരിക്കണം, ഫോർ ക്രിയേറ്റിംഗ് വേർഡ് ഡോക്യുമെന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദി ഇന്റർനെറ്റ്, ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെയിൽസ്, ബ്രൗസിംഗ് സൈറ്റ്സ് എക്സെട്ര. ഇതിലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഈ ജേർണലിസം ലഭ്യമാണ്. അപ്പൊ അഴകാകെ മിക്ക തെളിവാക തമിഴിൽ നമുക്ക് ரொம்ப இன்ட்ரெஸ்டா நமக்கு இது படிக்கலாம். நல்ல ஆர்வத்துடனும் நல்ல விருப்பத்துடனும் வாருங்கள் என்று அன்புடன் அழைக்கின்றேன். முகமது முபாரக். ஓகே, மீடியம் ஆஃப் இன்ஸ்ட்ரக்ஷன் இங்கிலீஷ், ஹிந்தி and the MA JMC program is a modular in nature in which to earn 64 credits. ഇത് ഒരു മോഡുലാർ അപ്രോച്ച് ആണ്. 32 ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ആൻഡ് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻസ് പകരം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇനി PG JMC കഴിഞ്ഞിട്ടുള്ളവർ നേരിട്ട് ഇതിന്റെ അകത്തേക്ക് 2ാം വർഷം നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ലാറ്ററൽ എൻട്രിയും ഉണ്ട്, ലാറ്ററൽ എക്സിസ്റ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, റിപ്പോർട്ടിംഗ് ടെക്നിക്സ്, റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓൺലൈൻ ജേർണലിസം, മീഡിയ ആൻഡ് സൊസൈറ്റി, മീഡിയ എത്തിക്സ് ആൻഡ് ലോസ്, പ്രാക്ടിക്കൽ പ്രിന്റ് ആൻഡ് ഓൺലൈൻ. അരമണിക്കൂർ മുമ്പ് ഇതിന്റെ പ്രാക്ടിക്കൽ 2 ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോ ഏകദേശം 900-ൽ കൂടുതൽ വീഡിയോസ് ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഞാൻ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞു. 900-ൽ കൂടുതൽ വീഡിയോ MNotes-ലൂടെ മുഹമ്മദ് മുബാറക് ബാസർ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിലേക്ക് സംഭാവന നൽകി കഴിഞ്ഞു. പ്രാക്ടിക്കൽ പ്രിന്റ് ആൻഡ് ഓൺലൈൻ, പ്രാക്ടിക്കൽ ഓഡിയോ വിഷ്വൽ എന്നുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ഡിജിറ്റൽ മീഡിയ, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് മെത്തേഡ്സ്, പ്രാക്ടിക്കൽ റിസർച്ച് മെത്തഡോളജി, മേജർ പ്രോജക്ട് വർക്ക്. അങ്ങനെ 64 ക്രെഡിറ്റിന്റെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ MA JMC, സ്കൂൾ ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ്. ആരാണ് എലിജിബിൾ കാൻഡിഡേറ്റ്? എനി ഡിഗ്രി ഫെലോ ക്യാൻ ഡു. നമുക്ക് മനോഹരമായ മറ്റൊരു മേഖലയിലേക്ക് പോകാം. പേജ് നമ്പർ 156 നമ്മെ കാത്തിരിക്കുന്നു. പേജ് നമ്പർ 156 മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, മറ്റൊരു മേഖല. താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഗ്നോ നിങ്ങളെ വളരെ മനോഹരമായി തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റിൽ BTS-ലോ BA ടൂറിസമോ ഏതെങ്കിലും ഒരു BSc-യോ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് BHM-ഓ ബാച്ചിലേഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അപ്രൂവ്ഡ് ബൈ AICTE-യോ നൽകിയിട്ടുള്ള ഏത് വേണമെങ്കിലും. അതല്ല എങ്കിൽ any degree can do. ഒരു 2 പേപ്പർ കൂടുതൽ പഠിക്കണം, ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൂടുതൽ പഠിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ 4ാമത്തെ പ്രോഗ്രാം വരെ ഉള്ള എല്ലാം തന്നെ എനി ഡിഗ്രിക്കാർക്കും പറ്റും. MCA പറ്റും, നമ്മുടെ MSc ഇൻഫർമേഷൻ സയൻസ് പറ്റും, നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ജേർണലിസം പ്രോഗ്രാം പറ്റും, MTTM പറ്റും. എനി ഡിഗ്രി ഫെലോ ക്യാൻ ഡു ഓർ ദ പർട്ടിക്കുലർ കോഴ്സ്. ആ പ്രോഗ്രാമിൽ തന്നെ അവഗാഹമായിട്ടുള്ളവർക്കും അത് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് എന്ന് പറയുന്നത്. ഏത് ലെവലില് PG ചെയ്യുന്നവരും ഒരു ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. MA മ്യൂസിക് കഴിഞ്ഞവർക്കും ഈ കോഴ്സ് ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. MA ഭരതനാട്യം ഉള്ളവർക്കും ഈ കോഴ്സ് ചെയ്യാം. ഭരതനാട്യം എവിടെ കിടക്കുന്നു, ജേർണലിസം എവിടെ കിടക്കുന്നു? രണ്ടും ഒന്നിച്ച് കിടക്കുകയാണ്, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ. അതെല്ലാം തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അവയെല്ലാം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അവയെല്ലാം വേണമെങ്കിൽ തന്നെ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിന്റെ ഒരു പങ്കാളിയായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ കാറ്റഗറി 1 എന്നുള്ളത് BTS BA ടൂറിസം മേഖലയിൽ പഠിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ
വേണമെങ്കിൽ എനി ബാച്ചുലർ ഡിഗ്രി 2 പേപ്പർ അഡീഷണൽ പഠിക്കണം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ബിഹേവിയർ ഇൻ ടൂറിസം, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടൂറിസം, മാനേജിംഗ് പേഴ്സണൽ ഇൻ ടൂറിസം, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് ടൂറിസം. സെക്കൻഡ് സെമസ്റ്ററിൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ മാനേജേഴ്സ് ഇൻ ടൂറിസം, മാർക്കറ്റിംഗ് ഫോർ ടൂറിസം മാനേജേഴ്സ്, മാനേജിംഗ് സെയിൽസ് ആൻഡ് പ്രൊമോഷൻസ് ഇൻ ടൂറിസം, മാനേജിംഗ് എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മാൾ ബിസിനസ് ഇൻ ടൂറിസം. തേർഡ് സെമസ്റ്റർ, that means second year starting, understanding tourism markets, tourism impacts, tourism planning and development, dissertation. Fourth semester, that means last sem of the second year, tourism products design and development, tourism operations, tourist transport operations, road transport, MICE management. ആകെ 68 ക്രെഡിറ്റിന് മഹത്തായ പ്രോഗ്രാം. കാറ്റഗറി 2 പെട്ട എനി ഡിഗ്രിക്കാർക്ക് ഈ പറയുന്ന 4 പേപ്പറിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം നമുക്ക് പാസ്സാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ടൂറിസം, ടൂറിസം ഡെവലപ്മെന്റ്, പ്രോഡക്ട്സ്, ഓപ്പറേഷൻസ് ആൻഡ് കേസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് ഇൻ ടൂറിസം, ടൂറിസം മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 32 ക്രെഡിറ്റിന്റെ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ഡിഗ്രി കഴിഞ്ഞു, എനി ഡിഗ്രി, ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം BLIS നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ബാച്ചുലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അതായത് നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞു, 3 കൊല്ലത്തെ ഒരു ഡിഗ്രി കഴിഞ്ഞു, ആ 3 കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു BLIS ബാച്ചുലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞു. അത് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരൊറ്റ കൊല്ലമുള്ളതാണ് ഈ MLIS എന്നുള്ളത് മനസ്സിലാക്കുക. ഒരൊറ്റ കൊല്ലമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. വേണമെങ്കിൽ 4 കൊല്ലം വരെ സമയമെടുത്ത് നമുക്കിത് പഠിക്കാവുന്നതാണ്. ഇതിൽ ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഓർ ഇൻഫർമേഷൻ സയൻസ് ഓർ അസോസിയേറ്റ്ഷിപ്പ് ഫ്രം NISCAIR ഓർ DRTCയിൽ അംഗത്വമുള്ള ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. BLIS ഉള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. BLIS ആദ്യമേ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എനി ഡിഗ്രി ഫെലോ ക്യാൻ ഡു. 45% കൂടുതൽ മാർക്കുള്ള എല്ലാവർക്കും നമുക്ക് BLIS ചെയ്യാവുന്നതാണ്. ആ BLIS കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാവുന്നതാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ സെക്കൻഡ് ഇയർ, അതായത് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ BLIS 1 ഇയർ പ്ലസ് MLIS 1 ഇയർ അങ്ങനെ വേണമെങ്കിലും ധരിച്ചു വെച്ചോളൂ. നമുക്ക് ആ 2 രീതിയിൽ 2 കൊല്ലം എടുത്ത് BLIS പ്ലസ് MLIS എന്നുള്ള ആ 2 കോഴ്സ്. MLIS കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് എഴുതാം, PhD എഴുതാം, കോളേജിയറ്റ് എഡ്യൂക്കേഷനിലെ കോളേജുകളിലെ ലൈബ്രറിയനായി വർക്ക് ചെയ്യാവുന്നതാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊസൈറ്റി, ഇൻഫർമേഷൻ സോഴ്സസ് സയൻസ് സിസ്റ്റംസ് ആൻഡ് സർവീസസ്, മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ്, ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് റിട്രീവൽ, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആപ്ലിക്കേഷൻസ്, പിന്നെ ഒരു പ്രോജക്റ്റ്. താഴെ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എലക്ടീവ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ലൈബ്രറി മെറ്റീരിയൽസ്, റിസർച്ച് മെത്തഡോളജി, അക്കാഡമിക് ലൈബ്രറി സിസ്റ്റം, ടെക്നിക്കൽ റൈറ്റിംഗ്, ഇൻഫർമെട്രിക്സ് ആൻഡ് സയൻസ് മെട്രിക്സ് എന്നുള്ള മാത്തമാറ്റിക്സിന്റെ ഒരു മെട്രിക്സ്, പബ്ലിക് ലൈബ്രറി സിസ്റ്റം ആൻഡ് സർവീസസ്. ഇതിൽ നിന്ന് 2 പേപ്പർ നമുക്ക് തെരഞ്ഞെടുത്ത് മനോഹരമായ ഒരു MLIS ഓർക്കുക. ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് BLIS 1 കൊല്ലം പ്ലസ് MLIS 1 കൊല്ലം അങ്ങനെയും വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ BLIS കഴിഞ്ഞതിന് ശേഷം ഈ MLIS എന്നുള്ള രൂപത്തിലും വ്യാഖ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മഹത്തരവും എന്നാൽ ഏറ്റവും തൃപ്തികരവും ഏറ്റവും തൊഴിൽപരവുമായിട്ടുള്ള മോസ്റ്റ് 5 പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഈ കോഴ്സുകൾ കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ താങ്കൾക്ക് ജോലിയുണ്ട് എന്നുള്ളതിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ആണയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഗ്രാം. ആരൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്? ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ തന്നെ നമുക്കിവിടെ പഠനമില്ലല്ലോ, അപ്പൊ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഇപ്പോൾ അഡ്മിഷന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററിന് ഒരൊറ്റ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും താങ്കൾക്ക് നൽകുന്നു. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഒട്ടും ആശങ്കയില്ലാതെ, ആരോടും ഒരു തരത്തിലുള്ള വിധേയത്വവും ഇല്ലാതെ താങ്കൾക്ക് കൃത്യമായി എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ സേവനങ്ങളും താങ്കൾക്ക് വേണ്ടി നൽകാൻ തയ്യാറാണ് എന്നുള്ള
എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. വീണ്ടും ഓർക്കുക, ഇഗ്നോ ദ ടോപ്പ് 5 മോസ്റ്റ് പ്രൊഫഷണൽ PG കോഴ്സസ്. നമ്പർ 1 മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് MCA. നമ്പർ 2 മാസ്റ്റർ ഓഫ് സയൻസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി MSc/IS. നമ്പർ 3 മാസ്റ്റർ ഓഫ് ആർട്സ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്പർ 4 മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് MTTM. ആൻഡ് നമ്പർ 5 the top Master of Library and Information Sciences MLIS School of Sciences നമുക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും രസകരമായ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ താങ്കൾക്കും താങ്കളുടെ പ്രിയപ്പെട്ടവർക്കും ഇതിന്റെ കുറെ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ഒരു ജോലി, അടിസ്ഥാനപരമായ ജോലി, ഏറ്റവും മൂല്യവത്തായ ജോലി. ഈ കോഴ്സ് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 40,000 മുതൽ 1.5 ലക്ഷം വരെയാണ് ശമ്പളം എന്ന് മനസ്സിലാക്കുക. ഒരു 15,000 20,000 രൂപയുടെ ശമ്പളത്തിനുള്ള കോഴ്സ് അല്ല ഞാനിപ്പോൾ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഏറ്റവും നന്നായി ആഴത്തിൽ മനസ്സിലാക്കി താങ്കൾക്ക് അനുയോജ്യമായ കുറെ പ്രോഗ്രാമുകളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായി ആലോചിക്കുക, ഏതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്, ഈ കോഴ്സ് വേണോ, ഈ കോഴ്സ് വേണോ, ഈ കോഴ്സ് വേണോ. അത് ചെയ്യുന്നതിന് ഒരു SWOT അനാലിസിസ് നല്ലതാണ്. ഒരു കടലാസ് എടുക്കുക, ആ കടലാസിനെ 4 ആക്കി മടക്കുക. മടക്കിയതിന്റെ ഒന്നാമത്തെ മുകളിൽ S എഴുതുക, W എഴുതുക, O എഴുതുക, T എഴുതുക. SWOT. ഈ ഒരു കോഴ്സ് ചെയ്യാൻ എന്റെ കയ്യിലുള്ള സ്ട്രെങ്ത്, എനിക്കുള്ള കഴിവ്, എനിക്കുള്ള വീക്ക്നെസ്, എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി, എന്റെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ, അങ്ങനെ SWOT കണക്കാക്കുക. രണ്ടാമത്തെ പേജിൽ തിരിച്ചിട്ട് മറ്റൊരു കോഴ്സ്, ആ കോഴ്സിൽ എനിക്കുള്ള സ്ട്രെങ്ത്, എനിക്കുള്ള വീക്ക്നെസ്, എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി, എനിക്കുള്ള ത്രെട്ട്, അങ്ങനെ മറ്റൊരു പേജ് എടുത്ത് വേറെ ഒരു കോഴ്സ്, അതിൽ ഏറ്റവും കൂടുതൽ നല്ല വശം താണിരിക്കുകയും വെല്ലുവിളികളും അതുപോലെ തന്നെ വീക്ക്നെസ്സും ത്രെട്ടും അത് കൂടിയിരിക്കുകയും, കുറഞ്ഞ തുലാസിലാണെങ്കിൽ കുറഞ്ഞ താഴ്ച കുറവായിട്ട്, അപ്പൊ മുകളിലാണല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്, നല്ല ഭാരം കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയും ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ അത് താങ്കൾ തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ, ആലോചിക്കുന്ന കൂട്ടത്തിൽ രക്ഷിതാവ്, ഫിനാൻസ് മാനേജ്മെന്റ് എല്ലാം തന്നെ നല്ലതാണ്. പക്ഷെ കാട് കയറി സുഹൃത്തുക്കളെ ആശ്രയിക്കാതിരിക്കുക. കാരണം ഏറ്റവും വലിയ ഉപദ്രവം ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. കാരണം അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അവർ നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ ചിലപ്പോൾ, നല്ല സുഹൃത്തുക്കൾ എന്നും നല്ല ഉറ്റയായിരിക്കും, പക്ഷെ പകവച്ചിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ എല്ലാം തികഞ്ഞവരൊന്നും ആയിരിക്കില്ല. ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഒരു പങ്കാളിയെ കിട്ടാൻ വേണ്ടി, ഒരു കൂടെ ഒരാളെ കിട്ടാൻ വേണ്ടി, ഒരു ഗ്രൂപ്പിസം നടത്താൻ വേണ്ടി ചിലപ്പോൾ അവർ നിങ്ങളെ ശ്രമിച്ചു എന്നിരിക്കും. ഒരു ചെറിയ സ്വാർത്ഥത, ഒരു കുഞ്ഞു സ്വാർത്ഥത താങ്കൾ ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ആയിത്തീരണം, എനിക്ക് ഇങ്ങനെ ആവണം, ഞാൻ ആയിത്തീരും എന്നുള്ള ഒരു ചെറിയ ഒരു സ്വാർത്ഥത താങ്കളിലേക്ക് ഉണ്ടാകട്ടെ. വലിയ ഒരു ക്രൂരമായ സ്വാർത്ഥതയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഠനത്തിന്റെ ഭാഗത്തിൽ ഒരു ചെറിയ ഒരു സ്വാർത്ഥത നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഈ ഒരു കോഴ്സുകളിലൂടെ താങ്കൾക്ക് എല്ലാവിധ സൗഭാഗ്യവും ജീവിതത്തിൽ താങ്കൾക്കും, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ രാഷ്ട്ര പുരോഗതിക്കും താങ്കളിലൂടെ കഴിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹപുരസ്സരം ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു റിക്വസ്റ്റ്, MNotes സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം. താങ്ക് യു.